ഒരു കാലത്ത് നിരത്തുകൾ അടക്കി വാണിരുന്ന സ്കൂട്ടറുകളാണ് ചേതകും, ലാംബിയും, വിജയ് സൂപ്പറും, വെസ്പയും ഒക്കെ. പുതുതലമുറ വാഹനങ്ങൾ അവയുടെയൊക്കെ സ്ഥാനം അപഹരിച്ചെങ്കിലും ഇന്നും പഴയകാല പെരുമയുയർത്തി ഉപയോഗിക്കുന്ന പലരുമുണ്ട്. അത്തരക്കാർക്ക് പ്രചോദനമാവുകയാണ് പത്തനംതിട്ട ഓമല്ലൂരിലെ ഒരു ചെറുപ്പക്കാരൻ. വിൻറ്റേജ് സ്കൂട്ടറുകൾ ഇപ്പോഴും നല്ല കണ്ടീഷനായി കൊണ്ടു നടക്കുന്നവർ വിരളമാണ്. അതിൻ്റെ പ്രധാന കാരണം നല്ല മെക്കാനിക്കിനെ കിട്ടാത്തതും സ്പെയർ പാർട്സിൻ്റെ ലഭ്യതക്കുറവുമാണ്. എന്നാൽ പത്തനംതിട്ട ഓമല്ലൂർ മുള്ളനിക്കാട്ട് മലയിരിക്കുന്നതിൽ വീട്ടിൽ സുജിത്തിനെ അറിയാവുന്നവർക്ക് വിൻറ്റേജ് സ്കൂട്ടറുകളോടുള്ള പ്രണയം ധൈര്യമായി തുടരാം. വിൻറ്റേജ് വണ്ടികൾ ഒന്നാമത് കുറവാണ്. മാക്സിമം എല്ലാവരും ഇത് ഒഴിവാക്കാനുള്ള എന്ന് വെച്ചാൽ പൊളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വണ്ടിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടി അങ്ങനെ എല്ലാ രീതിയിലും. പക്ഷെ നമ്മളിതിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതിനെ ഒഴിവാക്കാനും പൊളിക്കാൻ കൊടുക്കാനും അങ്ങനെ ഒരു പരിപാടിക്കും നമ്മൾ ആരും നിൽക്കില്ല. ചെറുപ്പം മുതൽ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറിനോടുള്ള ഇഷ്ടമാണ് പിന്നീട് സുജിത്തിനെ ഒരു വിൻറ്റേജ് സ്കൂട്ടർ പ്രേമിയാക്കിയത്. പിന്നീട് കയ്യിലുള്ള സ്കൂട്ടറിന്റെ തകരാറുകൾ പരിഹരിക്കാൻ മെക്കാനിക്കിനെ കിട്ടാതായതോടെ ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരനായ സുജിത്ത് സ്വന്തമായി മെക്കാനിക്കൽ പണി പഠിച്ചു. പണ്ടോട്ടൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് പോയി പണിക്കുമ്പോഴത്തേന് പണിക്കാശും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പണി റെഡിയാവാതായപ്പോൾ നമ്മൾ പയ്യെ ഇതിലോട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് നമ്മൾ അങ്ങനെ പഠിക്കുകയായിരുന്നു. എറണാകുളത്ത് ജോലിയും കാര്യങ്ങളൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ഇടവേള സമയങ്ങളിൽ നമ്മൾ നാട്ടിലേക്ക് വരും. ശനിയും ഞായർ ദിവസങ്ങളിൽ നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ സ്കൂട്ടറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടുപോയത്. ഒരു 1.5 വർഷത്തോളമായി കാണാം നമ്മൾ ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന്റെ കൂടെ നമ്മൾ സ്പെയറിന്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. വീട്ടുമുറ്റത്ത് ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് വണ്ടിപ്രേമികൾ എത്തുന്നു. വിൻറ്റേജ് സ്കൂട്ടറുകൾക്കായി ഒരു ആധുനിക ഗ്യാരേജ് തുറക്കാനുള്ള ശ്രമത്തിലാണ് സുജിത്ത് ഇപ്പോൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട.